ഹലോ, വെൽക്കം ടു പവീസ് വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് ഒരു 5-6 മാസത്തിന് ശേഷം എൻ്റെ വീട്ടിൽ പോണ ദിവസമാണ്. അപ്പം സ്റ്റേ ചെയ്യാനായിട്ടൊന്നുമല്ല, ഈവനിങ് 3:20 ട്രെയിൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 3 മണിയായപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ 3:20 ട്രെയിനിൽ കയറി. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. ഒരു ദിവസത്തെ ഒരു വിസിറ്റിങ് പോലെയാണ് പോണത്. സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്. ഇനി പിള്ളേരെയും കൊണ്ടൊന്നും ഇനി പോക്ക് നടക്കുകയില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പോയിട്ട് വരാം, എല്ലാവരും ഒന്ന് കണ്ടേച്ച് പോരാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങിൽ പോണതാണേ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ പൗക്കോട്ടൻ ജസ്റ്റ് ഒന്ന് ഓർക്കം ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ KSRTC ബസ്സിനാണ് കയറിയത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു 20-25 മിനിറ്റ് എടുക്കും എത്താനായിട്ട്. പക്ഷെ അന്ന് ഈവനിങ് ടൈം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇച്ചിരി ബ്ലോക്ക് പോലെ നമുക്ക് കിട്ടിയായിരുന്നു. ഈ തൃശ്ശൂർ പാലക്കാട് റൂട്ട് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ എപ്പോഴും ബ്ലോക്കായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, വല്ലപ്പോഴും അല്ലേ പോകാറുള്ളൂ. അപ്പം ചെറുതായിട്ട് ഇച്ചിരി ബ്ലോക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങുന്നിടത്ത് ബ്രദർ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇച്ചിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ കണ്ടൊരു ബേക്കറിയിൽ കയറി. ഹോട്ട് ഓവൻ എന്ന് പറയുന്നൊരു ബേക്കറി ആയിരുന്നു. അങ്ങനെ അവിടെ കയറി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ അവിടെ ചായയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കട്ടനൊക്കെ ഓർഡർ ചെയ്ത്. കട്ടൻ ഇച്ചിരി കടുപ്പം കൂടി പോയി. അപ്പം ചേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ക്ഷീണത്തിന് ഇച്ചിരി കുടിച്ചു. നമുക്ക് ഇച്ചിരി ടയേർഡ് ഉണ്ടാവും, നമ്മൾ ചായ കുടിക്കുന്ന ടൈം കഴിഞ്ഞതുകൊണ്ട് ഇച്ചിരി ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടനൊക്കെ കുടിച്ച് വീട്ടിലേക്ക് ഇച്ചിരി സ്നാക്സൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി, ഹോട്ടോവൻ്റെ തന്നെയാണ്. അപ്പം അവിടെ കയറി ഞങ്ങൾ ഇച്ചിരി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇച്ചിരി സ്നാക്സൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ അന്നേരം നോക്കിയപ്പോൾ അവിടെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു ഇരിക്കണം. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഷുഗർ കഴിക്കുന്ന ആളല്ല, പിന്നെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കാണണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അത് മേടിച്ച് പിന്നെ അവനും കൂടിയൊക്കെ കഴിച്ച്. അപ്പോൾ പഴക്കൂട്ട് നാനും മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മറ്റേ സ്ട്രോബെറി വേണമെന്നും പറഞ്ഞു. പിന്നെ അവനും അപ്പോൾ അതും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് മുല്ലാക്കാൻ്റെ മക്കാരി എന്ന് പറയുന്നൊരു ഷോപ്പിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു ഫുൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും കൂടി കഴിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ചൂട് അൽഫാം മന്തിയൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ എത്തിയപ്പോൾ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങാണ്ടും കഴിച്ചത്, ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെ നേരെ വന്ന് അപ്പോൾ അമ്മ മോനും ഏട്ടനൊക്കെ മുട്ട പുഴുങ്ങിയത് ഇഷ്ടമായതുകൊണ്ട് അമ്മ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഫാം മന്തിയും റൈസും മയണൈസും മുട്ടയൊക്കെ കൂട്ടിയിട്ട് പിടിയൊക്കെ അങ്ങോട്ട് പിടിച്ച് എന്നാണ്. അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. അപ്പോൾ തൃശ്ശൂർ വ്ളോഗ് ഇതിൻ്റെ പുറകെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ